നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണടച്ച് ശാന്തമായി ഇരിക്കാറുണ്ടോ? പക്ഷേ മനസ്സടങ്ങാതിരിക്കുന്ന അവസ്ഥ? ധ്യാനിക്കുമ്പോൾ പോലും ചിന്തകളുടെ പ്രളയം കുറയുന്നില്ലേ? ധ്യാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ മനസ്സ് സഹകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ജ്ഞാനത്തിന്റെ സ്വരത്തിലൂടെയുള്ള ഇന്നത്തെ ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചേക്കാം. ധ്യാനം എന്നത് വെറുമൊരു മതപരമായ ആചാരമോ ചടങ്ങോ അല്ല. അത് ആത്മാവിന്റെ വിളിയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ യോഗയുടെയും ധ്യാനത്തിന്റെയും ജ്വാല കൊളുത്തിയ പരമഹംസ യോഗാനന്ദ ഒരു രഹസ്യം പങ്കുവച്ചു. ശരീരവും ആത്മാവും തമ്മിലുള്ള പാലമാണ് ശ്വാസം. നിങ്ങളുടെ ശ്വാസത്തിൽ നിങ്ങൾ നിയന്ത്രണം നേടുമ്പോൾ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകും. നാം ഓരോ ദിവസവും ആയിരക്കണക്കിന് ശ്വാസങ്ങളെടുക്കുന്നു. എന്നാൽ അവയുടെ ആഴം നാം എപ്പോഴെങ്കിലും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശ്വാസം ഒരു ശാരീരിക ധർമ്മം മാത്രമല്ലെന്ന് യോഗാനന്ദ പറഞ്ഞു. അത് ആത്മാവിന്റെ ആദ്യത്തെ ഭാഷയാണ്. നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ അനുഭവിച്ചു തുടങ്ങുന്ന നിമിഷം പുറത്തുനിന്ന് അകത്തേക്ക് ഒരു യാത്ര തുടങ്ങുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ധ്യാനം നിങ്ങൾക്ക് പുറത്തുനിന്ന് തുടങ്ങുന്നില്ല. അത് നിങ്ങളുടെ ശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനാൽ ഇന്ന് നമ്മൾ നിങ്ങളെ ഒരു പരിശീലനത്തിലേക്ക് നയിക്കും. അവിടെ ശ്വാസത്തിലൂടെ മാത്രമേ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. സങ്കീർണമായ ഇരിപ്പുകളോ മന്ത്രങ്ങളോ ആവശ്യമില്ല. വെറും ശ്രദ്ധയും പരമമായ ശാന്തിക്കുള്ള ആഗ്രഹവും മാത്രം മതി. എന്നാൽ ആദ്യം, എന്തുകൊണ്ടാണ് ധ്യാനം ഇത്ര ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സൊരു കുരങ്ങനെപ്പോലെയാണ്. ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം ചാടുന്നു. നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആദ്യമായിട്ടാണ് മനസ്സിന്റെ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ടാണ് പലരും ധ്യാനിക്കാൻ ശ്രമിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉപേക്ഷിക്കുന്നത്. അവർ തെറ്റായ സ്ഥലത്താണ് യുദ്ധം ചെയ്യുന്നത്. അവർ മനസ്സിനെ നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ യോഗ പറയുന്നു, മനസ്സിനെ നിർത്തരുത്. അതിന് ദിശാബോധം നൽകുക. ആ ദിശാബോധം ശ്വാസത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. ഇനി നമുക്ക് ഈ പ്രത്യേക ധ്യാന പ്രക്രിയ മനസ്സിലാക്കാം. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശീലിക്കാം. വീട്ടിലോ പൂന്തോട്ടത്തിലോ ശാന്തമായൊരു മൂലയിലോ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ തുടങ്ങുക. എന്നാൽ നിങ്ങളുടെ പരിശീലനം ആഴത്തിലാകുമ്പോൾ ശബ്ദകോലാഹലങ്ങൾക്കിടയിലും നിങ്ങൾക്ക് ഈ ശാന്തത അനുഭവിക്കാൻ തുടങ്ങും. ഈ ധ്യാന രീതിയെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ശ്വസനത്തെക്കുറിച്ചുള്ള അവബോധം, അവെയർനെസ് ഓഫ് ബ്രെത്ത്, ആഴത്തിലുള്ള ശ്വാസം, ഡീപ് ബ്രീതിങ്, ആത്മാവുമായി ബന്ധപ്പെടൽ, കണക്റ്റിംഗ് വിത്ത് ദ സോൾ. 1-ാം ഘട്ടം, ശ്വസനത്തെക്കുറിച്ചുള്ള അവബോധം. നടുനിവർത്തി സുഖമായിരിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതിനെ വെറുതെ നിരീക്ഷിക്കുക. അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. വായു മൂക്കിലൂടെ അകത്തേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴുമുള്ള ആ നേരിയ സ്പർശം അനുഭവിക്കുക. ഇത് വളരെ ലളിതമായ ഒരു പരിശീലനമാണ്. പക്ഷേ ഇത് നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന വാതിലാണ്. അടുത്ത 5 മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തെ മാത്രം നിരീക്ഷിക്കാൻ ചെലവഴിക്കുക. ചിന്തകൾ വരും, പക്ഷേ അവയെ തടയാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഈ പരിശീലനം മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് അതിന്റെ യഥാർത്ഥ വീട് പുറത്തല്ല, അകത്താണ് എന്ന് മനസ്സിലാക്കാനാണ്. 2-ാം ഘട്ടം, ആഴത്തിലുള്ള ശ്വാസം. ഇനി ആഴത്തിലുള്ള ശ്വാസമെടുക്കാൻ തുടങ്ങുക. മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ജീവശക്തി നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് അനുഭവിക്കുക. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ എല്ലാ സമ്മർദ്ദങ്ങളും വിഷമങ്ങളും പിരിമുറുക്കങ്ങളും ആ ഉച്ഛ്വാസത്തോടൊപ്പം പുറത്തുപോകുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഇത് വെറുമൊരു ഭാവനയല്ല. നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ നിങ്ങളുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ശാസ്ത്ര സത്യമാണ്. നിങ്ങൾ ആഴമേറിയതും ശാന്തവും നിയന്ത്രിതവുമായ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാവുകയും ശരീരത്തെ സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. യോഗാനന്ദ പറയുന്നു, ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സും ശാന്തമാകും. ഈ അവസ്ഥയിൽ 10 മുതൽ 15 മിനിറ്റ് വരെ തുടരുക. ഓരോ ശ്വാസത്തിലും നിങ്ങൾ ഉയരുന്നത് അനുഭവിക്കുക. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഒരു പക്ഷിയെപ്പോലെ. ഇത് ഒരു രൂപകം മാത്രമല്ല, ഇത് ബോധത്തിന്റെ പറക്കലാണ്. 3-ാം ഘട്ടം, ആത്മാവുമായി ബന്ധപ്പെടൽ. ഇനി ശ്വാസത്തിനപ്പുറത്തേക്ക് പോകുക. ക്രമേണ ശ്വാസത്തിലുള്ള നിങ്ങളുടെ PT അയക്കുക. കൂടുതൽ ശ്രമമില്ല, നിശബ്ദമായ അവബോധം മാത്രം. ശ്വാസം മന്ദഗതിയിലായി എന്ന് അനുഭവിക്കുക. ശരീരം പൂർണ്ണമായും നിശ്ചലമാണ്. മനസ്സ് ലഘുവാണ്. നിങ്ങളുടെ സാന്നിധ്യം വെറും ഇരിക്കൽ എന്ന അവസ്ഥയിൽ ലയിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങളെത്തന്നെ ശരീരമായോ പേരുകളായോ അല്ല, ബോധം, കോൺഷ്യസ്നസ് മാത്രമായി അനുഭവിക്കുക. ഇതാണ് ധ്യാനത്തിന്റെ യഥാർത്ഥ അവസ്ഥ. നിങ്ങൾ സ്വയം ഊർജ്ജമായും പ്രകാശമായും സ്വതന്ത്രമായും അതിരുകളില്ലാത്തതായും അനുഭവിക്കാൻ തുടങ്ങുന്നു. ദൈവത്തിന്റെ നിശബ്ദമായ സാന്നിധ്യത്തിന് കീഴടങ്ങുക എന്നതാണ് ദൈവത്തെ അനുഭവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പരമഹംസ യോഗാനന്ദ പറയുന്നു. ഈ നിശബ്ദതയ്ക്കുള്ളിലാണ് ദിവ്യമായ സ്പന്ദനം നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തിലും അനുഭവിക്കാൻ കഴിയുന്നത്. മനസ്സും ശ്വാസവും ശരീരവും ഒരുമിക്കുമ്പോൾ ഇത് സാധ്യമാകുന്നു. ധ്യാനം ഒരു ശ്രമമല്ല, അതൊരു കീഴടങ്ങലാണ്.
ഇനി സാവധാനം നിങ്ങളുടെ ബോധത്തെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. വിരലുകൾ മെല്ലെ ചലിപ്പിക്കുക. എല്ലാം പഴയതുപോലെയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തും. എങ്കിലും എല്ലാം മാറിയതായി നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്കുള്ളിൽ എന്തോ ഒന്ന് ശാന്തമാണ്, അഗാധമായി നിശ്ചലമാണ്. ഇതാണ് നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന നിശബ്ദത. നിങ്ങളുടെ ശ്വാസം നിങ്ങളെ അനുഗമിക്കുമ്പോൾ ആദ്യ ശ്രമത്തിൽ പോലും ഇത് സാധ്യമാകും. ഇന്ന് നിങ്ങൾ പഠിച്ചത് വെറുമൊരു വിദ്യ മാത്രമല്ല, അതൊരു ജീവിതപാതയാണ്. നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ഈ പ്രക്രിയ ആവർത്തിക്കാം. ക്രമേണ ഇത് നിങ്ങളുടെ സ്വഭാവമായി മാറും. സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ സമാധാനം അനുഭവിക്കും. നടക്കുമ്പോൾ പോലും നിങ്ങൾ ധ്യാനത്തിലായിരിക്കും. ഇതാണ് യോഗാനന്ദയുടെ പാരമ്പര്യം, സജീവ ധ്യാനം, ആക്റ്റീവ് മെഡിറ്റേഷൻ. സുഹൃത്തുക്കളെ, ധ്യാനം ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. ഓരോ ദിവസവും ഓരോ ശ്വാസവും ഈ യാത്രയുടെ ഭാഗമാണ്. ഇന്ന് ആദ്യമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ധ്യാനത്തെ സ്പർശിച്ചുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആദ്യ ശ്രമത്തിൽ പോലും ധ്യാനിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ധ്യാനത്തിന്റെ രീതിയാണിത്. ഇത് ഒരു തവണ മാത്രമല്ല, പലതവണ പരിശീലിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഓരോ തവണയും നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങും. നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇത് വെറുമൊരു വീഡിയോ അല്ല, നമ്മൾ ഒരുമിച്ച് പരത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്പന്ദനമാണിത്. അൾട്രാ കോൺഷ്യസ്നെസ്സിലേക്ക് ധ്യാനം. ധ്യാനം നിങ്ങളുടെ പരിശീലനത്തിന്റെ ഭാഗമാകുമ്പോൾ സാധകൻ ശാന്തത മാത്രമല്ല, ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബോധത്തിന്റെ സമുദ്രത്തെ അനുഭവിച്ചറിയുന്നൊരു സമയം വരും. യോഗാനന്ദൻ അതിബോധം, സൂപ്പർ കോൺഷ്യസ്നസ് അഥവാ അൾട്രാ കോൺഷ്യസ്നസ് എന്ന് വിശേഷിപ്പിച്ചത് ഈ അവസ്ഥയെയാണ്. ഇത് ഭാവനയല്ല, ധ്യാനത്തിന്റെ പരമോന്നത അവസ്ഥയാണ്. അവിടെ നിങ്ങൾ നിശബ്ദത കേൾക്കുക മാത്രമല്ല, ആ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യമായ സ്പന്ദനം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഭാഗത്ത് നമ്മൾ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങും. നിങ്ങൾ ശ്വാസത്തിന്റെ വിദ്യ കൃത്യമായി പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകൾ ഇനി സ്പർശിക്കാത്ത ശാന്തതയുടെ കേന്ദ്രത്തിലെത്താൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. എന്നാൽ ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ധ്യാനം ഇനിയൊരു ശ്രമത്തിന്റെ ഫലമായിരിക്കില്ല, കീഴടങ്ങലിന്റെ ഫലമായിരിക്കും. ഈ ഘട്ടത്തിൽ ശരീരം പൂർണ്ണമായും നിശ്ചലമാണ്, ഒരു മാധ്യമം മാത്രമെന്ന പോലെ. ബോധം ശരീരത്തിന് മുകളിലേക്ക് ഉയരുന്നതായി അനുഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇനി ശ്വാസത്തെ നിയന്ത്രിക്കുന്നില്ല. ശ്വാസം അതിൻ്റേതായ രീതിയിൽ നീങ്ങുന്നു. നിങ്ങളൊരു കാഴ്ചക്കാരനെപ്പോലെ എല്ലാം നിരീക്ഷിക്കുന്നു. ഇതിനെയാണ് യോഗാനന്ദൻ സാക്ഷിബോധം, വിറ്റ്നസ് കോൺഷ്യസ്നസ് എന്ന് വിളിച്ചത്. ഇനി നമുക്ക് അടുത്ത പരിശീലനത്തിലേക്ക് കടക്കാം. യോഗാനന്ദയുടെ ക്രിയായോഗ ധ്യാനത്തിന്റെ ആരംഭഭാഗമായ ഹോങ്സൗ സാങ്കേതിക വിദ്യയാണിത്. ഈ വിദ്യ അങ്ങേയറ്റം ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമാണ്. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ഹോങ് എന്ന ശബ്ദം അനുഭവിക്കുക. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സുകൊണ്ട് സാവ് എന്ന ശബ്ദം അനുഭവിക്കുക. ഈ മന്ത്രം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് ഇതിനകം തന്നെയുണ്ട്. ഇത് ആത്മാവിന്റെ നിശബ്ദമായ ജപമാണ്. ഉച്ചത്തിലുള്ള ഉച്ചാരണമില്ല, മനസ്സുകൊണ്ട് കേൾക്കുക മാത്രം. ഓരോ ശ്വാസത്തിലും ഹോംസോ ക്രമേണ നിങ്ങളുടെ ചിന്തകളെ വിച്ഛേദിക്കുകയും നിങ്ങളെ വർത്തമാന നിമിഷത്തിൽ നിലനിർത്തുകയും ചെയ്യും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മന്ത്രം സ്വയം ആവർത്തിക്കാൻ തുടങ്ങുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ മനസ്സ് അതിൽ ലയിക്കാൻ തുടങ്ങും. ഓർക്കുക, ഈ മന്ത്രം ഒരു മതപരമായ വാക്കല്ല, അത് നിങ്ങളുടെ ശ്വാസവുമായി ബന്ധിപ്പിച്ച ഒരു ശബ്ദമാണ്. ഈ പരിശീലനം ആഴത്തിലാകുമ്പോൾ സാധകന്റെ ബോധം നെറ്റിത്തടത്തിലെ ആജ്ഞാചക്രത്തിലേക്ക് അജ്ഞാചക്ര ഉയരാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് നേരിയ പ്രകാശമോ സ്പന്ദനമോ അല്ലെങ്കിൽ ശൂന്യതയുടെ ഒരു തോന്നലോ അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ ബോധം ഭൗതിക ശരീരത്തിന്റെ അതിരുകൾ വിട്ടുപോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ യഥാർത്ഥ സത്ത പുറത്തുവരുന്നതാണ്. ആത്മാവിന്റെ ദർശനം, വിഷൻ ഓഫ് ദ സോൾ. ഈ ഘട്ടത്തിൽ നമ്മളിനി ആത്മാവിന്റെ ദർശനം പരിശീലിക്കും. ഭാവനയുടെ ആവശ്യമില്ല, അനുഭവം മാത്രം മതി. ശാന്തമായ അവസ്ഥയിലിരിക്കുക. നിങ്ങളുടെ മനസ്സ് ഹോംസോ ഉപയോഗിച്ച് നിശ്ചലമായ ശേഷം പുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു നേരിയ പ്രകാശമോ സ്പന്ദനമോ അഗാധമായ നിശബ്ദതയോ അനുഭവപ്പെട്ടേക്കാം. ഒന്നും ദൃശ്യമാകുന്നില്ലെങ്കിൽ പോലും അതിൽ ഉറച്ചു നിൽക്കുക. ക്രമേണ ഈ കേന്ദ്രം നിങ്ങളുടെ ബോധത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇതാണ് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള കവാടം. ഇനി മന്ത്രത്തെ സാവധാനം പശ്ചാത്തലത്തിലേക്ക് മാറ്റി ശുദ്ധമായ ബോധത്തിൽ, പ്യുർ കോൺഷ്യസ്നസ് തുടരുക. ശ്വാസം വളരെ മന്ദഗതിയിലായി. നിങ്ങളിനി ശരീരമല്ല, ചിന്തകളല്ല, വെറുമൊരു സാന്നിധ്യം, പ്രസൻസ് മാത്രം. ഈ അവസ്ഥയിൽ പല അനുഭവങ്ങളും ഉണ്ടായേക്കാം. സമയം നിലച്ചതായി തോന്നാം. ശരീരത്തിന്റെ സംവേദനം മാഞ്ഞുപോകാം. അഗാധമായ ആനന്ദത്തിന്റെ തിരമാലകൾ ഉണ്ടാവാം. യോഗ സംസാരിക്കുന്ന ആത്മീയ ആനന്ദം, സ്പിരിച്വൽ ബ്ലിസ് ഇതാണ്. ഇത് ഏതെങ്കിലും ബാഹ്യസംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇത് ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ്. മനസ്സും ശരീരവും ബോധവും നിശബ്ദതയിൽ നിശ്ചലമാകുമ്പോൾ മാത്രമേ ഇത് പ്രകടമാകൂ.
ധ്യാനത്തിന്റെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ലഭിക്കും. വാക്കുകളില്ലാതെ ഉത്തരങ്ങൾ വരും, ചോദ്യങ്ങൾ അപ്രത്യക്ഷമാകും. ഇതാണ് ധ്യാനത്തിന്റെ ശക്തി. ഇനി സാവധാനം ഈ അവസ്ഥയിൽ നിന്ന് തിരികെ വരാൻ തുടങ്ങുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഹോം സോ പുനരാരംഭിക്കുക. ശേഷം ശരീരത്തിലേക്ക് മെല്ലെ ചലനം തിരികെ കൊണ്ടുവരിക. വിരലുകൾ ചലിപ്പിക്കുക, കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ബോധവാന്മാരാണ്. ഇത് ഒരു പരിശീലനം മാത്രമല്ല, ഒരു പരിവർത്തനമാണ്, ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് തിരികെ വരുമ്പോൾ, ശ്വാസമെടുക്കുമ്പോൾ, ഹൃദയമിടിപ്പിനെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ, മുഖത്തെ പേശികൾ അയക്കുമ്പോൾ, സാവധാനം കണ്ണുകൾ തുറക്കുമ്പോൾ, ഇതൊരു പരിശീലനം മാത്രമല്ല, ഒരു പുതിയ ജന്മമായിരുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾക്കുള്ളിൽ എന്തോ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടു, എന്തോ ഒന്ന് ഒരു വാതിൽ തുറന്നതുപോലെ തുറന്നിരിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾക്കായി സമയം മാറ്റിവെച്ചാൽ ഈ അവസ്ഥ നിലനിർത്താൻ ബുദ്ധിമുട്ടില്ല. ധ്യാനം വെറും ഇരിക്കുന്നതിനെക്കുറിച്ചല്ല, അത് ജീവിക്കാനുള്ള കലയാണ്, ആർട്ട് ഓഫ് ലിവിംഗ്. യോഗാനന്ദ പറഞ്ഞതുപോലെ സമാധാനത്തോടെ പ്രവർത്തിക്കുക, സമാധാനം പ്രവൃത്തിയിലൂടെ വരും. 4-ാം ഘട്ടം, ശാശ്വത അവബോധത്തിൽ ജീവിക്കൽ, ലിവിംഗ് ഇൻ പെർമനന്റ് അവയർനെസ്. ഇതാണ് ധ്യാനത്തിന്റെ പരകോടി. പരിശീലനം സ്ഥിരമാകുമ്പോൾ അത് ഒരു ജോലിയോ ദിനചര്യയോ എന്നതിലുപരി നിങ്ങൾ ഓരോ നിമിഷവും ജീവിക്കുന്നതിന്റെ സത്തയായി എസൻസ് മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിവിധ ധ്യാനരൂപങ്ങളെ, ശ്വാസ അവബോധം, മന്ത്രങ്ങൾ, ഉള്ളിലെ ശബ്ദം, ദയ എല്ലാം ഒരൊറ്റ നൂലിൽ കോർത്തെടുക്കാൻ കഴിയും. ഇവയെല്ലാം ഒരേ ഉറവിടത്തിന്റെ വിവിധ രൂപങ്ങളാണ്. നിങ്ങളുടെ പരിശീലനം ആഴത്തിലാകുമ്പോൾ അവയെല്ലാം ഒന്നായി ലയിക്കുകയും നിങ്ങൾ തുടർച്ചയായി ധ്യാനാവസ്ഥയിലായിരിക്കുകയും ചെയ്യും. ഓരോ നിമിഷവും ആ പവിത്രമായ നിശ്ചലമായ അവബോധം വഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ വർത്തമാന നിമിഷവുമായി കൂടുതൽ ഇണങ്ങിച്ചേരുന്നു, നിങ്ങളുമായും പ്രപഞ്ചവുമായും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ഇതൊരു മാനസികാവസ്ഥ നേടുന്നതിനെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഓരോ പ്രവൃത്തിയിലും ആ ആന്തരിക സമാധാനത്തിന്റെയും നിശ്ചലതയുടെയും അവസ്ഥയിൽ നിന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ അവസ്ഥ മനസ്സിന്റേതല്ല, സമയബന്ധിതമല്ല എന്നോർമ്മിക്കുക. ഇത് ഭൗതിക ലോകത്തെ മറികടക്കുന്ന ഒരനുഭവമാണ്. ധ്യാനത്തിലുള്ള നിങ്ങളുടെ യാത്ര വെറുമൊരു പരിശീലന പാതയല്ല, അതൊരു ജീവിതാനുഭവമാണ്, ബോധത്തിന്റെ നൃത്തമാണ്. ഈ നിശ്ചലതയുടെ സ്ഥലത്തുനിന്ന് ഓരോ നിമിഷവും ജീവിക്കാൻ നിങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ ദിവ്യത്വത്തെ തുറന്നുവിടുന്നു. നിങ്ങൾ പരിശീലനം തുടരുമ്പോൾ സമാധാനം, പ്രകാശം, ബന്ധം എന്നിവയുടെ ഈ അനുഭവങ്ങൾ ശക്തമാകും. ധ്യാനം വെറുമൊരു പ്രവൃത്തിയല്ല, അത് ജീവിതരീതി തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇനി നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് സാവധാനം തിരികെ വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും തിരികെ കൊണ്ടുവരിക. ആഴത്തിൽ ശ്വാസമെടുക്കുക. ശാന്തമായ ഊർജം നിങ്ങളിൽ ഉറയ്ക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സമാധാനം നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. ഇതാണ് ധ്യാനത്തിലൂടെയുള്ള പരിവർത്തനത്തിന്റെ പാത, നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് മടങ്ങാനുള്ള യാത്ര. ധ്യാനം ഇനി ഒരു പ്രക്രിയ മാത്രമല്ല, അത് ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ധ്യാനത്തിലാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ധ്യാനത്തിലാണ്. ദിവ്യബോധത്തിന്റെ സാന്നിധ്യം എന്ന് യോഗാനന്ദ വിളിച്ചത് ഈ അവസ്ഥയെയാണ്. ധ്യാനം ഇനി സമയബന്ധിതമായ ഒരു പരിശീലനമല്ല, അത് ഓരോ നിമിഷത്തിലെയും നിരന്തരമായ അവബോധമായി മാറുന്നു. ഈ അവസ്ഥയിൽ സാധകൻ നിശബ്ദതയോ പ്രകാശമോ മാത്രമല്ല അനുഭവിക്കുന്നത്. അവർക്ക് അകത്തും ചുറ്റുമുള്ള എല്ലാത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ഇത് ഭക്തി, ഡിവോഷൻ, ജ്ഞാനം, നോളജ്, കർമ്മം, ആക്ഷൻ എന്നിവയുടെ സന്തുലിതാവസ്ഥയാണ്. യോഗാനന്ദ പറഞ്ഞു, ആന്തരിക കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ഓരോ നിമിഷവും ജീവിക്കുക. ഇതാണ് ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശ്യം. ഇനി നമുക്ക് യോഗാനന്ദൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കുക എന്ന് വിളിച്ചതിനെ പരിശീലിക്കാം. ഇതൊരു പ്രത്യേക ഇരിപ്പല്ല, അതൊരു തുടർച്ചയായ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ ദിവസം മുന്നോട്ടു പോകുമ്പോൾ ഈ ചിന്ത നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക: ദൈവം എന്നോടൊപ്പമുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം അവനു വേണ്ടിയാണ്. ഈ വികാരം ക്രമേണ ഓരോ ചിന്തയെയും വികാരത്തെയും പ്രവൃത്തിയെയും ദിവ്യത്വത്താൽ നിറയ്ക്കുന്നു. ഈ പരിശീലനം സാധകനെ മാത്രമല്ല മാറ്റുന്നത്, ചുറ്റുമുള്ള ലോകത്തെയും സ്പർശിക്കുന്നു. ധ്യാനത്തിന്റെ ഊർജം ഇനി ഉള്ളിൽ ഒതുങ്ങുന്നില്ല, അത് ബന്ധങ്ങളിലും പ്രവൃത്തികളിലും സാധാരണ സംഭാഷണങ്ങളിൽ പോലും പ്രകടമാകുന്നു. നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ആളുകൾ സമാധാനം അനുഭവിക്കും, കാരണം നിങ്ങൾ തന്നെ സമാധാനമായി മാറിയിരിക്കുന്നു. ഇതാണ് ധ്യാനത്തിന്റെ പക്വത. സാധകൻ വെറുമൊരു പരിശീലകനല്ലാതെ മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുമ്പോൾ, അത്തരത്തിലുള്ള സാധകരെ യോഗാനന്ദൻ ഒരു വാക്കുപോലും പറയാതെ ഇരുട്ടിൽ പ്രകാശം പരത്തുന്ന നിശബ്ദ വിളക്കുമാടങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. ഈ നിലയിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ഥിരമായ പരിശീലനം, നിസ്വാർത്ഥ സേവനം, നിശബ്ദതയിൽ വിശ്രമിക്കൽ എന്നിവ ഒരു ശീലമാക്കുക. നിങ്ങളുടെ ദിവസത്തിൽ ഉടനീളം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരികെ വരാൻ സമയം കണ്ടെത്തുക. ഹോം സോ പരിശീലിക്കുകയും ഓംകാരത്തിന്റെ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക.
എന്നാൽ എല്ലാറ്റിനുമുപരിയായി ഓരോ വികാരത്തിലേക്കും ദൈവത്തെ ക്ഷണിക്കുക. ഈ പരിശീലനം ഈ പരമ്പരയുടെ അവസാന ഘട്ടമാണ്, പക്ഷേ ഇത് നിങ്ങളുടെ യാത്രയുടെ ആരംഭം മാത്രമാണ്. ഈ 4 ഭാഗങ്ങൾ വെറും സൂചനകളായിരുന്നു, വഴി കാണിക്കാനുള്ള ഒരു മാർഗരേഖ. നിങ്ങൾ ആ ആദ്യ ചുവടുകൾ വയ്ക്കുമ്പോഴാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ഒരു പരിശീലനവും ചെറുതല്ല എന്നോർക്കുക. ഒരു യഥാർത്ഥ നിശബ്ദ നിമിഷം, ഒരു ആഴത്തിലുള്ള ശ്വാസം, ഒരു ഓർമ്മപ്പെടുത്തൽ എന്നിവയ്ക്കും ദൈവത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഈ പാതയിൽ ക്ഷമയോടെ ഇരിക്കുക, സ്നേഹമുണ്ടായിരിക്കുക, എല്ലാറ്റിനുമുപരിയായി നിങ്ങളെത്തന്നെ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്കുള്ളിലെ ബോധം പ്രപഞ്ചത്തിന്റെ ബോധം തന്നെയാണ്. ഈ അവസാന പരിശീലനത്തിന് ശേഷം കുറച്ച് നിമിഷങ്ങൾ നിശബ്ദതയിൽ തുടരുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്റെ യഥാർത്ഥ സ്വത്വത്തോടടുത്തോ? ഉത്തരം വാക്കുകളിലൂടെ വരില്ല. അത് ഒരു സ്പന്ദനമായി, ഒരു നിശബ്ദമായ സ്ഥിരീകരണമായി, ഒരു ആന്തരിക പുഞ്ചിരിയായി വരും. നിങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന അതേ വ്യക്തിയല്ല എന്നറിയുക. എന്തോ ഒന്ന് മാറിയിരിക്കുന്നു, ശാന്തമായത്, സ്ഥിരമായത്, അവബോധമുള്ളത്. ഇതാണ് ധ്യാനത്തിന്റെ ശക്തി. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ജ്ഞാനത്തിന്റെ സ്വരമാണ്. ഇത് ധ്യാനയാത്രയുടെ അവസാന ഭാഗമാണ്, പക്ഷേ പരിശീലനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത തവണ നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ ആ ശ്വാസത്തിൽ ദൈവത്തെ അനുഭവിക്കുക. അടുത്ത തവണ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ അവരിലുള്ള ആത്മാവിനെ തിരിച്ചറിയുക. അടുത്ത തവണ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങളെത്തന്നെ അറിയുക. ഈ ദിവ്യയാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ശാശ്വത സമാധാനം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർ ജോയിൻ ചെയ്യുക. മെമ്പർമാർക്ക് മാത്രമായുള്ള പ്രത്യേക വീഡിയോകളിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക.